എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അഭിമന്യു അമൃതയും അനിയത്തിമാരൊക്കെ തന്നെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു സമാധാനത്തോടെ ഇരിക്കുകയാണ്, സന്തോഷത്തോടു കൂടിയും. അവിടേക്ക് അവരുടെ മുഖത്തെ സന്തോഷം വായിക്കാനായിട്ട് പ്രഭയും സുമേഷും എത്തുന്നു. ഇത് കാണുന്ന എല്ലാവരും ഷോക്കായി പോവുകയാണ്. എന്ത് പറയാനാണാവോ ഇവരുടെ എഴുന്നള്ളിപ്പ് എന്ന് ആർക്കും പിടികിട്ടുന്നില്ല. അവിടേക്ക് കയറി വരികയാണ് അവര്. എന്നിട്ട് പറയുന്നുണ്ട്, ഓ, കല്യാണത്തിന് മുമ്പ് തന്നെ അഭിമന്യുവിന്റെ പൊറുതി ഇവിടെയായോ? എന്തായാലും 5 പെൺപിള്ളേരൊക്കെ ഉള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ് ആക്കിയിട്ടാണ് ദിവ്യപ്രഭയും സുമേഷും സംസാരിക്കുന്നത്. പിന്നീട് കാര്യത്തിലേക്ക് കിടക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ദിവ്യപ്രഭയും സുമേഷും അയൊരു കാര്യം പറയുകയാണ്. അതായത്, ഞങ്ങളുടെ വിവാഹമാണ് അടുത്ത ആഴ്ച. വളരെ ലളിതമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ഒരു ചടങ്ങ്. എന്റെയും അഭിമന്യുവിന്റെയും വിവാഹം മുടങ്ങിയിട്ട് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ എന്ന് കരുതി ഞാൻ സങ്കടത്തോടെ ഒന്നും ഇരിക്കാൻ പോകുന്നില്ല എന്ന് അറിയിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ഞാനും സുമേഷ് ചേട്ടനും ജീവിതത്തിൽ ഒന്നിക്കാൻ പോകുന്നു. അതിന് നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി വന്നതല്ല, മറിച്ച് ഞാൻ കണ്ടുപോകരുതെന്ന് പറയാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയുമ്പോൾ ദിവ്യപ്രഭയുടെ കരണം നോക്കി പുകയ്ക്കാനാണ് അമൃതയ്ക്കും അഭിമന്യുവിനും തോന്നുന്നത്. പക്ഷെ അവർ ഒന്നും ചെയ്യുന്നില്ല. എന്തായാലും പട്ടികൾ കുരച്ചിട്ട് പോകുമല്ലോ എന്ന് കരുതി അവർ മിണ്ടാതിരിക്കുന്നു. പിന്നീട് കലാപതിയാണെങ്കിൽ ആകെ ദേഷ്യത്തിലാണ്. മഹേന്ദ്രനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറക്കിയതിനു ശേഷം അവർ നേരെ പോകുന്നത് ശ്യാമളയ്ക്ക് അരികിലേക്കാണ്. എന്നിട്ട് ശ്യാമളയോട് ചോദിക്കുന്നുണ്ട്, നീ എന്ത് കണ്ടിട്ടടി എന്റെ അനിയനെ പോലീസ് കേസിൽ പെടുത്തി ജയിലിലാക്കിയത്? നിന്നെ ഒരാപത്തിൽ രക്ഷിക്കാൻ ഞാനല്ലേ ഉണ്ടായുള്ളൂ. ഇത് കേട്ട് ചന്ദ്രസേനനും അവിടെയുണ്ട്. ചന്ദ്രസേനൻ പറയുകയാണ്, കലാവതി അവളല്ല ഈ കാര്യങ്ങളൊന്നും ചെയ്തത്. അഭിമന്യും അമൃതയും തമ്മിലുള്ള ബന്ധം പിരിക്കുന്ന രീതിയിൽ ഒരു പ്രവൃത്തിയും ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഓ, എപ്പം മുതലാ മക്കളുള്ള സ്നേഹമൊക്കെ വന്നു തുടങ്ങിയത്? നോക്ക്, ഈ അഭിമന്യു എന്ന് പറയുന്നവൻ ആരാണ്? അവളുടെ അമൃതയുടെ ജീവൻ 2 തവണയും ആപത്തിലായപ്പോൾ രക്ഷിക്കാൻ ഒരു അഭിമന്യുവിനെയും കണ്ടില്ല, എന്റെ അനിയനെ മാത്രമേ കണ്ടുള്ളൂ. എന്തായാലും നിങ്ങളെ ഒന്നും വെറുതെ വിടാൻ പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കലാവതി വീമ്പിളക്കുന്നുണ്ട്. അപ്പൊ ശ്യാമളയാണെങ്കിൽ ആകെ തകർന്നങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും കാത്തിരിക്കാൻ